വീണ്ടും ഒരു വനിതാ ദിനം കൂടി നാം ആചരിക്കുകയാണല്ലോ. കേവലം ഒരു ദിനം മാത്രമല്ല, എല്ലാ ദിനവും വനിതകളുടേത് തന്നെയാണ്. നേരം പുലരുമ്പോൾ മുതൽ അസ്തമിക്കുന്നത് വരെ ഒരു മകളായി, ഭാര്യയായി, അമ്മയായി, സർവോപരി ഒരു സ്ത്രീയായി അവൾ തൻ്റെ ജീവിതം ചെലവഴിക്കുന്നു. ഒരു സ്ത്രീയില്ലാതെ ഒരു വീടും പൂർണ്ണമാകുന്നില്ല. ഭൂരിഭാഗം സ്ത്രീകളും ഇന്ന് കുടുംബവും തങ്ങളുടെ കരിയറുമെല്ലാം ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ഇന്നും ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രം സ്ത്രീകളെ മുന്നോട്ട് വിടാൻ ശ്രമിക്കാത്തവർ ചില വിലക്കുകൾ വെച്ച് അവളെ തളച്ചിടാൻ ശ്രമിക്കുന്നു. പെണ്ണായി പിറന്നതു മുതൽ ചില വേലിക്കെട്ടുകൾ സമൂഹവും കുടുംബവും അവൾക്കായി എഴുതി ചേർക്കുന്നു. പിന്നീട് വളർന്നു വലുതായി വിവാഹശേഷം ഭർത്താവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് അവൾ ജീവിതകാലം മുഴുവൻ ഹോമിക്കേണ്ടി വരുന്നു. ഇതിനിടയിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനോ സ്വന്തമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അഭിപ്രായം പ്രകടിപ്പിക്കാനോ, എന്തിന് സ്വന്തം വീട്ടിൽ പോകാൻ വരെ അവൾക്ക് മറ്റുള്ളവരുടെ ഔദാര്യത്തിനായി കാത്തു നിൽക്കേണ്ടി വരുന്നു. എന്നാൽ ഇന്ന് അതിനെല്ലാം ഒരു മാറ്റം വന്നിരിക്കുന്നു. പക്ഷേ ഇതിനിടയിലും സ്ത്രീധന പീഡന കൊലപാതകങ്ങൾ നമ്മെ ഞെട്ടിക്കുകയാണ്. പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അവളെ ഒരു സഹനദേവിയായി വളർത്താതെ പ്രതികരണശേഷിയുള്ള പെൺകുട്ടിയായി വളർത്തിക്കൊണ്ടുവരണം. അവൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കളോട് പറയാനുള്ള മാനസിക അടുപ്പം പെൺകുട്ടികളും മാതാപിതാക്കളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കലും കൂടിച്ചേർന്നു പോകാൻ സാധിക്കില്ല എന്ന് കണ്ടാൽ ധൈര്യമായി വരൂ, ചേർത്ത് പിടിക്കാൻ ഞങ്ങളുണ്ട് എന്ന വാക്ക് അവളിലുണ്ടാക്കുന്ന ചലനം ചെറുതൊന്നുമല്ല. സ്ത്രീ സ്വാതന്ത്ര്യം എന്നത് ആരും നമുക്ക് കയ്യിൽ കൊണ്ടുവച്ചു തരുന്നതല്ല, നാം സ്വയം നേടിയെടുക്കേണ്ടതാണത്. സ്ത്രീ സമത്വമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഓരോ സ്ത്രീയും തങ്ങളുടെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞ് അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കണം. ഉറക്കെ ഒന്ന് സംസാരിച്ചാൽ അഹങ്കാരിയെന്ന് മുദ്ര കുത്തുന്ന സമൂഹമാണ് നമ്മുടെ ചുറ്റിനുമുള്ളത്. തൻ്റെ സ്വപ്നങ്ങളുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ആരെയും വകവെക്കാത്തവൾ, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവൾ എന്നിങ്ങനെ പേരുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. താൻ ആരാണെന്നും തൻ്റെ കഴിവുകൾ എന്തെല്ലാമാണെന്നും തൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും ഓരോ സ്ത്രീയും തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥമായ സ്ത്രീ സ്വാതന്ത്ര്യം അവൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ തടവറയിൽ കിടക്കാതെ സ്വയം തീരുമാനങ്ങൾ എടുക്കുവാൻ പഠിക്കുക. മറ്റുള്ളവരോട് അഭിപ്രായം തേടാൻ നാം ഒരിക്കലും മറക്കരുത്. എന്നാൽ അവരിൽ നിന്നും വേണ്ടത് മാത്രം സ്വീകരിക്കുക. സ്വന്തം തീരുമാനങ്ങൾക്ക് മുൻഗണന നൽകുക. പല സ്ത്രീകളും വിവാഹശേഷം തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് മറ്റുള്ളവർക്കായി ജീവിതം ഹോമിക്കുന്നത് നാം ദിനം പ്രതി കാണുന്നുണ്ട്. ഒരു കുടുംബം സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്ത്രീകളുടെ തലയിൽ കെട്ടിവെക്കുവാൻ പാടില്ല. മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾ ഇരുവർക്കും ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലും വീട്ടുജോലികളും കുഞ്ഞുങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്തവും പൂർണ്ണമായി സ്ത്രീക്ക് നൽകി അവളുടെ കരിയർ പോലും വേണ്ടെന്ന് വെപ്പിക്കുന്ന പുരുഷന്മാരുള്ള നാടാണ് നമ്മുടേത് എന്ന് പറയുവാൻ നാം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾ തന്നെയാണ് ഇതിൽ പലപ്പോഴും കുറ്റക്കാരായി മാറുന്നത്. നോ പറയേണ്ടിടത്ത് നോ പറയാൻ നാം പഠിക്കണം. സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നാം തന്നെ മുന്നോട്ട് വരണം. വിദ്യാഭ്യാസവും ജോലിയും നേടിയ ശേഷം മാത്രം വിവാഹം കഴിപ്പിക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുറേ പണവും സ്വർണ്ണാഭരണങ്ങളും മാത്രം സ്വന്തം പെൺകുട്ടികൾക്ക് നൽകാതെ വിദ്യാധനവും സാമ്പത്തിക സ്വാതന്ത്ര്യവും അവൾക്ക് നൽകുവാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. 2024 ഈ കാലഘട്ടത്തിലും സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ നമ്മുടെ സമൂഹത്തിൽ സുരക്ഷിതമായി ജീവിക്കാനോ നടക്കാനോ ഉള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന സത്യം തന്നെയാണ്. ഓരോ വനിതാ ദിനത്തിലും നാം വാ തോരാതെ വനിതാ ശാക്തീകരണത്തെപ്പറ്റി ഘോരം ഘോരം പ്രസംഗിക്കുന്നു. എന്നാൽ സ്ത്രീകളുടെ യഥാർത്ഥ ശത്രുക്കളായി പലപ്പോഴും വരുന്നത് മറ്റു സ്ത്രീകൾ തന്നെയാണ്. ഇന്ന് നാം പത്രമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന പല കേസുകെട്ടുകളിലും സ്ത്രീകളെ ഒറ്റിക്കൊടുക്കുന്നത് മറ്റൊരു സ്ത്രീ തന്നെയാണ്. എന്തൊരു വിരോധാഭാസമാണിത്! സ്ത്രീകളുടെ പേരിനെ കളങ്കപ്പെടുത്തുന്ന ചില സ്ത്രീ ജന്മങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്നു. ഇതാണോ സ്ത്രീ സമത്വം? എല്ലാ മേഖലകളിലും സ്ത്രീകൾ ആധിപത്യം സ്ഥാപിച്ചു എന്ന് പറയുന്നത് ഇതിനെയാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചില കേസുകളിൽ പുരുഷന്മാർ സ്ത്രീകളെ ബുദ്ധിപൂർവം ഉൾപ്പെടുത്തുന്നതായി നാം കാണുന്നു. പുരുഷന്റെ തടവറയിൽ കഴിയുന്ന സ്ത്രീകളായിരിക്കും ഒരുപക്ഷേ ഇവർ. മറ്റു മാർഗങ്ങളില്ലാതെ വരുമ്പോൾ ആയിരിക്കാം അവർ ഇത്തരം പ്രവൃത്തികളിലേക്ക് എത്തിപ്പെടുന്നത്.
ഈ കാര്യത്തിൽ സമൂഹം ചില പുനർചിന്തനകൾ നടത്തിയേ മതിയാവൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. സ്വന്തം വീടുകളിൽ പോലും ഇന്ന് പെൺകുട്ടികൾ സുരക്ഷിതരല്ല. വളർത്തേണ്ട കരങ്ങൾ തന്നെ അവരെ തളർത്തുന്ന കാഴ്ച വേദനാജനകം തന്നെയാണ്. സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ റോഡിലൂടെ നടക്കണമെങ്കിൽ നിയമങ്ങളുടെ പിൻബലം ഇന്നും കൂടിയേ തീരൂ. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാതെ സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റി പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർക്കുള്ള ശിക്ഷകൾ കടുപ്പിച്ചേ മതിയാവൂ. നിയമ സംവിധാനങ്ങൾ ബലപ്പെടുത്തി കുറ്റവാളികൾ രക്ഷപ്പെടാതെ ഇരിക്കാൻ നമ്മുടെ നിയമങ്ങൾ ശക്തിപ്പെടുത്തണം. സൈബർ ഇടങ്ങളിലും സ്ത്രീകൾ സുരക്ഷിതരല്ല. നിയമ സംവിധാനങ്ങൾ ദൃഢമല്ലാതെ വരുമ്പോൾ ഓരോ സ്ത്രീകളും നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം. സ്ത്രീ സംരക്ഷണ നിയമത്തെപ്പറ്റി ഓരോ സ്ത്രീയും അവബോധമുള്ളവളായിരിക്കണം. വളർന്നു വരുന്ന പെൺതലമുറയെ പുതിയ കാഴ്ചപ്പാടുള്ള, പ്രതികരണശേഷിയുള്ള, എന്തിനേയും തരണം ചെയ്യാൻ ശേഷിയുള്ള ഒരു തലമുറയായി നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. സമൂഹത്തെ മാറ്റാൻ നമുക്ക് ഒരിക്കലും ആവില്ല. എന്നാൽ ഓരോ കുടുംബങ്ങളെയും മാറ്റാൻ നമുക്ക് കഴിയും. സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സമത്വം എന്നത് കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കട്ടെ. സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു പുതിയ സമൂഹം വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എല്ലാ വനിതകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ നേരുന്നു.